ചേച്ചി ഇപ്പോൾ ഒരു ഫസ്റ്റ് മാരേജ് ഫെയിലായപ്പോൾ സാറിനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും സെക്കൻഡ് മാരേജ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വേണമല്ലോ. നമുക്ക് നമ്മൾ ഒരു തവണ ഒന്ന് ഡിപ്രസ്ഡ് ആകുമ്പോൾ നമുക്ക് രണ്ടാമതൊരു സ്റ്റെപ്പ് എടുക്കാൻ ഒരു ഇത്തിരി ധൈര്യക്കുറവുണ്ടാകും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ധൈര്യക്കുറവ് അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ പറഞ്ഞാൽ ഫസ്റ്റ് മാരേജിന് ശേഷം ഒരു 14 വർഷമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരാളൊരു ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നു, അതിപ്പോൾ ഏട്ടനും അറിയാം. പക്ഷേ അത് നമ്മൾ ഇവർ പറയുന്ന പോലെ കാമത്തിന് വേണ്ടിയൊന്നും അല്ല. നമ്മളെ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവുമല്ലോ, നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ ഒരാൾ, നമുക്ക് ഭാവിയിലേക്ക് എന്താണ് ഒരു കുടുംബമായിട്ട് നിൽക്കുക ഒരാൾ, അതില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെയും വരുന്നത് അങ്ങനെ ഒരു ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആഗ്രഹിച്ചിരുന്നു, രക്ഷപ്പെടും എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നില്ല. അതെന്താ അറിയില്ല, എൻ്റെ ലൈഫിൽ അങ്ങനെയായിരുന്നു നടന്നത്. പിന്നെ എനിക്ക് അത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അത് അവരും ആ ഒരു കണ്ണിലല്ല കാണുന്നത്. അവർക്കെല്ലാം പൈസ മതി, ആ ഒരു ഇതാണ്. ഇത് നമ്മൾ ആർട്ടിസ്റ്റ് ആണല്ലോ, നമ്മൾ എന്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടും എന്നില്ല, ആ ഒരു ഇതാണ്. പിന്നെ അങ്ങ് എത്തിയപ്പോൾ എനിക്കും തോന്നി, ഇനിയിപ്പം നമ്മളെത്ര നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പം എൻ്റെ കൂടെയുള്ളവരെന്നെ പറയാം, നീ മാക്സിമം വന്നത് 2 കൊല്ലം, അതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇപ്പോൾ ഇപ്പം ഞാനൊരു അമ്മ ക്യാരക്ടറായാലും ആണ് ചെയ്യുന്നതും, അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ കാരണം എനിക്ക് ആരുമില്ല, ആരെടുക്കുന്ന ഒരു സപ്പോർട്ടില്ല, നമ്മളാരും ഹെൽപ്പ് ചെയ്യാനില്ല. ഈ പെണ്ണധ്വാനിച്ചാൽ എത്ര പോലെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. ഈ എല്ലാവരും ചോദിക്കും ലിവിങ് ടുഗദറായിട്ട് നിന്നൂടെ, അതൊരിക്കലും എനിക്ക് അത് ശാശ്വതമല്ല. കാരണം കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ അവർക്ക് ഈ ജീവിതം ഒരു പരീക്ഷണം പോലെയൊക്കെ കൊണ്ടുപോകാം. നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. കാരണം നാളെ മോള് കല്യാണം കഴിക്കുമ്പോൾ ഇതാര് എന്ന് ചോദിച്ചാൽ ഇതെന്റെ ഭർത്താവാണ് എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്കത് പറ്റണം, അങ്ങനെയുള്ള ഒരാൾ വേണം. അതുകൊണ്ടാണ് ഞാൻ ഒരു 4 ആൾ അറിയേ, മക്കൾക്ക് അച്ഛനായി, എനിക്ക് ഭർത്താവായി, എനിക്ക് 4 ആൾ അറിയ ഒരു കല്യാണം കഴിച്ച് ലീഗലി കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബമായി നിൽക്കുക, ആ ഒരു ഇതിൽ വന്നത്. അപ്പോൾ എൻ്റെ ഈ സങ്കടങ്ങൾ കണ്ടുകൊണ്ട് ആ ദൈവം എപ്പോഴും കണ്ണടക്കൂലല്ലോ, പ്രാവശ്യം തുറക്കൂലേ.